ഗ്രാനൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഗ്രാനൈറ്റിന്റെ അളവെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സാണ്. അതിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. എപ്പോഴും നമുക്ക് കസ്റ്റമേഴ്സിനുള്ളൊരു ഭയമാണ് ഗ്രാനൈറ്റ് അളന്ന് ഞാൻ ശരിയായിട്ട് വരുമോ ഇല്ലയോ. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്ന്, നമ്മൾ എപ്പോഴും അളവ് നമ്മുടെ ഗ്രാനൈറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് നമ്മുടെ സ്റ്റെപ്പിന്റെ നീളവും വീതിയും നമ്മൾ എപ്പോഴും അളക്കുക. എന്തുകൊണ്ടാണ്? സാധാരണഗതിയിൽ മിക്ക വീടുകളുടെയും സ്റ്റെപ്പിന്റെ നീളം എന്ന് പറയുന്നത് ഒരു 36 മുതൽ 39 ഇഞ്ച് വരെ വരാം. അതിന്റെ വീതി എന്ന് പറയുന്നത് ഒരടിയിൽ ഒരു അല്പം കുറവായിരിക്കും. അത് തള്ളൽ ഉൾപ്പെടെ ഒരടി വരുന്ന രീതിയിലായിരിക്കും മിക്കപ്പോഴും ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരടിയിലാണ് പണിതെങ്കിൽ ഒരടിയിൽ നിന്ന് 1 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ തള്ളിയിട്ടായിരിക്കും നമ്മൾ സ്റ്റെപ്പ് വരിക. അപ്പോൾ ഈ ഭാഗം എപ്പോഴും നമ്മൾ ക്ലിയർ ആയിട്ട് വേണം. ആക്കിയ ശേഷം ആ ഇൻഫർമേഷൻ നമ്മൾ എപ്പോഴും നമ്മൾ കടയിലെ ഒരു സ്റ്റാഫിന് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൃത്യമായിട്ട് അളക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളെ സ്റ്റെപ്പ് നമ്മൾ വീട്ടിൽ അളന്നപ്പോൾ 38 ഇഞ്ചാണ് നമുക്ക് തള്ളൽ ഉൾപ്പെടെ വേണ്ടത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന കല്ലിന്റെ വീതി എപ്പോഴും 38 ഇഞ്ചോ അതിൽ കൂടുതലുള്ള കല്ലെടുക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കല്ലെടുക്കുകയാണെങ്കിൽ 38 ഇഞ്ചാണ് നമുക്ക് വേണ്ടെങ്കിൽ ഒരു 40 ഇഞ്ചിൽ താഴെയാണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 1.5-1.25 ഇഞ്ച് മാത്രമാണ് നമുക്ക് ഇതിന് വേസ്റ്റ് വരുന്നത്. ഇനി ഇൻ കേസ് നമ്മൾ ഇഷ്ടപ്പെട്ട കല്ല് 36 ഇഞ്ചേ ഉള്ളൂ എങ്കിൽ നമുക്ക് 38 ഇഞ്ച് വേണമല്ലോ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്ത് നമുക്കൊരു പീസ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം? സ്ലാബിന്റെ ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്ത് വേണം? നമ്മുടെ സ്ലാബിന്റെ ലെങ്ത് 38ന്റെ മൾട്ടിപ്പിളോ അതിനേക്കാൾ ശകലം കൂടുതലോ ആണെങ്കിൽ നമുക്ക് വേസ്റ്റേജ് കുറഞ്ഞിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കല്ലിന്റെ മെഷർമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 115 ഇഞ്ചാണ് ടോട്ടൽ നീളം വരുന്നത്. 38ന്റെ ഗുണം 3 പീസ് എടുക്കുകയാണെങ്കിൽ 114 വരും. അതായത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 പീസ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് വീതിയിൽ എടുക്കുമ്പോൾ അതിന്റെ 3 മൾട്ടിപ്പിൾ നമുക്ക് കിട്ടും. നമുക്ക് വലിയ വേസ്റ്റ് ഇല്ലാതെ ഈ കല്ല് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ കല്ല് 36 ഇഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനലി നമ്മൾ പീസ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര പീസ് മാത്രമേ നമുക്ക് വേസ്റ്റേജ് വരുന്നുള്ളൂ. ഒരു കല്ലിൽ നിന്ന് നമുക്ക് കഷ്ടിച്ച് 1 ഇഞ്ചിൽ താഴെയുള്ള വേസ്റ്റേജ് മാത്രം